ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ലെവൽ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് 2.8 അതിൻ്റെ ഒരു ലൈവ് വീഡിയോയാണ്. നമ്മൾ ലൈവ് ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് അഡീഷൻസും കൂടെ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം വീഡിയോ കുറച്ച് സമയമേ ഉള്ളൂ, എല്ലാം പ്രോപ്പറായിട്ട് കാണുക. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, നമ്മളൊരു എൻട്രി എടുത്തു. ആക്ച്വലി ഇതായിരുന്നു നമ്മുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളുടെ സ്കാൽപ്പിങ്ങിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ പ്രൈസ് അങ്ങോട്ട് ഒന്ന് ഹിറ്റ് ചെയ്യുന്ന ചാൻസ് ഉണ്ടാവണം. സോ ഇവിടെ നമുക്ക് 3 ചാർട്ടുണ്ട്. ഒന്ന് ക്രൂഡിൻ്റെ ചാർട്ട്, ഒന്ന് ഇത്. അപ്പം 3 നമ്മൾ ഓരോ ചെറിയ സ്കാൽപ്പിങ്ങും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടം വരെ ഇത് കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. ഇതാകുമ്പോഴത്തേനും ഈ ഒരു പ്രൈസ് മിറ്റിഗേഷൻ വരെ നമുക്ക് ഈസി ആയിട്ട് വരും. അതുപോലെ തന്നെ ക്രൂഡ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇവിടെയാണ് ഞാൻ ആക്ച്വലി എൻട്രി എടുത്തത്. ക്രൂഡ് സീറ്റുകൾ ടാർഗറ്റ് ഹൈ. ഇവിടുത്തെ റിയാക്ഷൻ നോക്കാം. ബിക്കോസ് ഈ ഒരു ലൈൻ ഇട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രൈസ് വോളിയം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയയാണ് ഒരു ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അവിടെ വന്നപ്പോൾ പ്രൈസ് ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇന്നത്തെ ദിവസം ലൈവ് മാർക്കറ്റാണ് 3 ടൈം ഇൻ ന്യൂയോർക്ക് 10:48 AM. 17:48. അത് ക്രൂഡിൻ്റെ 10:48 ന്യൂയോർക്കിൽ ഇത്. അപ്പോൾ ഇത് ക്രൂഡിൻ്റെ ഇൻ്റർനാഷണൽ ടൈമിങ്ങാണ്. സോ ഇതാണ് നമ്മുടെ ട്രേഡ് പ്ലാൻ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ടാർഗറ്റ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ബിക്കോസ് ഇവിടെ നിന്നാണ് ഒരു ഇനീഷ്യൽ സപ്ലൈ വന്നിരിക്കുന്നത്. ഈ വരുന്ന വരവിന് ഇവിടെ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആണോ, ഇവിടെ നമ്മൾ നോക്കുമ്പം ഇതിപ്പം ലൈവാണ്. ലൈവ് മാർക്കറ്റ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ലോ ഇസ് ക്രിയേറ്റഡ്. ആ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ എടുത്തു. സോ ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. സോ സിമിലർലി ഇവിടെ വരുമ്പോഴത്തേനും ഇതാണ് ആക്ച്വലി ആ പുൾ ബാക്ക് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം പ്രൈസ് മിറ്റിഗേഷൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് ഇത് പ്രൈസിൻ്റെ ബിഹേവിയർ താഴ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെയാണ് ആക്ച്വൽ സപ്ലൈ നടന്നിരിക്കുന്നത്. സോ പ്രൈസ് ആ ഇനീഷ്യൽ സപ്ലൈ നടന്നിരിക്കുന്ന ഏരിയയിലേക്ക് വീണ്ടും ഒന്നും കൂടെ കയറി വരും. ആ സമയത്ത് നമ്മളിവിടെ എക്സിറ്റ്. ഓരോ ദിവസത്തെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ നോക്കുവാണ് ഏത് രീതിയിലാണ്. നമുക്ക് ഈവൻ സ്കാൽപ്പിങ്ങിനാണെങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് എവിടെയാണ് എൻട്രി മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുവാണ്. സോ നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ അറിയാം ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി കിടപ്പുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റ് അതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാൻ അതാണ്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി മനസ്സിലാക്കി നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഈവൻ ഇതാണെങ്കിൽ പോലും സോ ഇതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോ, അതായത് ഈ ഒരു നാസ്ഡാക്കിൻ്റെ സ്ട്രക്ചർ ഉണ്ടോ, ഇങ്ങനെ വന്നു, പ്രൈസ് ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, അതിനുശേഷം ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇത് പുൾ ബാക്ക് ആണ് ആക്ച്വലി. മനസ്സിലായോ? അപ്പോൾ ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് കയറി വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു, അല്ലേ? ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വി ഷേപ്ഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് താഴെ പോകുന്നു, വി ഷേപ്ഡ് റിയാക്ഷൻ വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇനി പ്രൈസ് ഇവിടെ ഇൻറ്റേർണലി ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഫ്ലിപ്പ് സോൺ കൂടെ സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പോകണം. ചിലപ്പം എല്ലാ ദിവസവും പ്രൈസ് ആക്ഷൻ അങ്ങനെ ആകണമെന്നില്ല. അപ്പം ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കിയിരിക്കാം. കുറച്ച് നേരം പ്രൈസ് ആക്ഷൻ ക്യാൻഡിൽസ്റ്റിക് വൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പം അങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റിക്ക് നമ്മളിവിടെ നോക്കുമ്പം പ്രൈസ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം സിമിലർലി ഇവിടെ അത് തന്നെ ഈ ഒരു സോണിൽ ലിക്വിഡിറ്റി ഉണ്ട്. സോ പ്രൈസ് പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നിട്ട് മുകളിലേക്ക് വന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം താഴേക്ക് വീണ്ടും വരാനാണെങ്കിൽ പോരും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ട്രേഡിങ് ഔട്ട് ആകാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പൊസിഷൻ ഏകദേശം ഇവിടെ വരെ വന്നേച്ച് കുറച്ച് നേരം വിഷമിപ്പിച്ച് പോയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മളുടെ ക്രൂഡിൻ്റെ പൊസിഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ജസ്റ്റ് കാണിക്കാം. ക്രൂഡ് ലൈനത്തെ പൊസിഷൻ 233 ബൈ ചെയ്തിരിക്കുകയാണ്. 5 ലോട്ട് സ്റ്റിൽ റണ്ണിങ് ആണ്. ഇവിടെ 1050 ഉണ്ടോ, 230 പൊസിഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് രാവിലെ ചെയ്തേക്കുന്ന ട്രേഡാണ്. സോ ക്രൂഡിൻ്റെ അതവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ ഒന്ന് കുറച്ച് നേരം നോക്കാം. ഇത് നിൽക്കുക, ഇതിൻ്റെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റി നോക്കുന്നുണ്ട്. ഇവിടെ ഒന്നും വോളിയം നടന്നിട്ടേ ഇല്ല. സോ ഇവിടെ വോളിയം നടക്കാതെ പ്രൈസ് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇതിന് താഴെ വന്ന് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് അതിൻ്റെ മീനിങ്? പർപ്പസ്ഫുള്ളി പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, അല്ലേ? താഴെ കിടക്കുന്ന ഓർഡേഴ്സ് എല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ട് വീണ്ടും അവിടെ ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അത് ക്ലിയർ ചെയ്തിട്ട് മുകളിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതാണ് ഇതിനകത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത് ഒരു ടൈപ്പ് ഓഫ് സ്കാൽപ്പിംഗ് ആണ്. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു പ്രൈസ് നമുക്ക് അതിൻ്റെ ഒരു നല്ല ഡീസൻറ്റ് റിട്ടേൺ ഒരു 6,000 to 10,000 rupees വരുമ്പോഴത്തേനും എക്സിറ്റ്. പിന്നെ അടുത്ത പ്രൈസ് ആക്ഷൻ പിന്നെ മാർക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ ലോട്ട് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ
വലിയ ലോട്ട് നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഇല്ലെങ്കിൽ നമുക്ക് വലിയ ലോട്ടിലേക്ക് എത്താൻ പറ്റത്തില്ല. അതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ നമുക്കിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു ഫീച്ചർ എന്താണെന്ന് മനസ്സിലാകാൻ തുടങ്ങും. എന്താണ് പ്രൈസ് ആക്ഷൻ, എന്താണ് ഫ്ലിപ്പ് സോൺ, എന്താണ് പ്രീവിയസ് ഏരിയ, എന്താണ് അങ്ങനെ 100 കൂട്ടം കൺസെപ്റ്റുകൾ അല്ലേ. അപ്പോൾ അതെല്ലാം പഠിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി തുടങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോഴത്തേനും നമ്മൾ അവിടെ കിടന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളുടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയുടെ താഴെ പ്രൈസ് ഒന്ന് പോയി ടാപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ട് കുറച്ച് നേരം പ്രൈസ് അവിടെ ട്രേഡ് ചെയ്യട്ടെ, അതിനുശേഷം നോക്കാം നമുക്ക് എന്ത് വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു മാനസിക നമുക്ക് ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കോർ ബോർഡായിട്ട് കണക്കാക്കുക. മനസ്സിലായി, നമുക്ക് കിട്ടുന്ന ക്യാഷ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്കോർ ബോർഡ്. അപ്പോൾ ആ സ്കോർ ബോർഡിനകത്ത് ചിലപ്പോൾ പ്ലസ് വരും, ചിലപ്പോൾ മൈനസ് വരും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ മാത്രമേ ഇതിനെ കാണാവുള്ളൂ. ഒരു മച്ചുവേർഡ് അപ്രോച്ച് ആയിരിക്കണം എപ്പോഴും. അല്ല നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞ രീതിയിൽ അയ്യോ എൻ്റെ മൊത്തം പോയി അല്ലെങ്കിൽ മൊത്തം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒത്തിരി ആഹ്ലാദവും വേണ്ട, ഒത്തിരി ദുഃഖവും വേണ്ട. നമുക്ക് ഒരു ദുഃഖവും ഇല്ല, ഒരു ആഹ്ലാദവും ഇല്ല. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വേണം ഇരുന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിനെ കൂടുതൽ മനസ്സിലാക്കാൻ, മാർക്കറ്റിനൊപ്പം പോകാനും പറ്റുന്നത്. അന്നേരം നമുക്ക് ടാർഗറ്റ് അടിക്കുള്ളൂ. എനിക്ക് ടാർഗറ്റ് അടിക്കില്ല, കാരണം അതിന് മുമ്പേ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് പോകും. മനസ്സിലായി. സോ അപ്പോൾ നമുക്ക് പേഷ്യൻസോടുകൂടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ബ്ലൈൻഡ് ആയിട്ടിരിക്കില്ല. ഏകദേശം നമുക്കൊരു ഇതുണ്ട്. നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിലും ഇതിന് ബോട്ടം പിന്നെയും പ്രൈസ് വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി വിൽ എക്സിറ്റ്. അത്ര തന്നെ. അങ്ങനെ ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് പ്രൈസ് ആക്ഷൻ മുന്നോട്ട് നോക്കാം. ഞാൻ കുറച്ചൊന്ന് പോസ് ചെയ്ത് തരാം. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ബിക്കോസ് ഇതിപ്പം 11:12 നമ്മൾ 10:48 തുടങ്ങിയതാണ്. 11:12 ഫ്രൈഡേ ജനുവരി, ന്യൂയോർക്കിലെ ടൈം. ഇവിടെ മാർക്കറ്റ് റിയൽ ടൈം. അതുപോലെ തന്നെ ഇവിടെ ഇത് ക്രൂഡ് ഓയിൽ ലൈവ്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കും ക്രൂഡിൻ്റെ പൊസിഷൻ ഇതെന്ത് ട്രേഡിംഗ് എന്ന് വിചാരിക്കും. നമ്മൾ എടുത്തതിന് ശേഷം ഡീപ്പ് ഡ്രില്ലിങ് ഇൻ ടു ദ ലിക്വിഡിറ്റി ഏരിയ. മനസ്സിലായി. പ്രൈസ് ഒന്ന് വന്നു, താഴോട്ട് വന്നു, വീണ്ടും പ്രൈസ് ഇതിന് മുകളിലോട്ട് കയറി വരുമ്പോഴത്തേനും നമുക്ക് എക്സിറ്റ് ചെയ്തോളാം. അപ്പോൾ ഇത് പ്രൈസ് ആക്ഷൻ നോക്കാം. മേ ബി ഇവിടുന്ന് ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് മുകളിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. സോ ഇത് നോക്കി ഒരു ബോറിംഗ് പ്രൈസ് ആക്ഷൻ ആണ് ആക്ച്വലി. ഇങ്ങനെയുള്ളപ്പോൾ ആക്ച്വലി ട്രേഡിംഗ് എക്സിറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് നേരം മാറി നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ നോക്കി വി ഷേപ്ഡ് റിയാക്ഷൻ, ലിക്വിഡിറ്റി ഈസ് ക്രിയേറ്റഡ്, ദെൻ ഫ്ലിപ്പ് സോൺ ഈസ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ കയറി എൻട്രി എടുത്തു ലിക്വിഡിറ്റി. അപ്പോൾ ഇത് ആക്ച്വലി എൻട്രി റോങ് ആണ് ആക്ച്വലി. എനിവേ നമുക്ക് ഇവിടുത്തെ എൻട്രി കറക്റ്റ് ആയിരുന്നു, ഇവിടുത്തെ റോങ് എൻട്രി ആയിപ്പോയി. ഇനി നമുക്ക് കറക്റ്റായിട്ട് നോക്കാം എങ്ങനെ വരും നോക്കാം. ഇനി എൻട്രി എടുത്ത് പോയി, ഇവിടെ ഡിപ്ലോയ് ചെയ്തല്ലോ. സോ ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് നേരം കൂടെ നോക്കാം. ആക്ച്വലി ക്രൂഡ് നമ്മളായിട്ട് വെള്ളം കുടിപ്പിച്ച് ഒരു വഴിക്കാക്കി കളഞ്ഞു. ഇത് നോക്കി, ഇപ്പം നമ്മുടെ ക്രൂഡ് നമ്മൾ എൻട്രി എടുത്തതിന് മോളി ഒന്ന് ടാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മളിപ്പം എത്ര പ്രൈസിനാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും -1500 ആയിട്ട് ലൂസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നോ പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കോസ്റ്റ് നമുക്ക് എക്സിറ്റ് ചെയ്തേനെ, ഓർ വി വിൽ വെയിറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മളുടെ ട്രേഡിംഗ് ജേണിയിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു വലിയൊരു ജേർണിയാണ്. ഈ ഒരു ട്രേഡിംഗ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് നമ്മളിത് വാച്ച് ചെയ്ത് പ്രൈസ് ആക്ഷൻ എല്ലാം പഠിച്ച് അത് കറക്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ജേർണിയാണ്. അപ്പോൾ ഈ ജേർണിയിലെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.